ഷോർ ഓഫ് ഗ്രേസിൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം നമ്മുടെ 7ാമത്തെ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമുകളും കാണുകയും അതിനോട് പ്രതികരിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും. ക്രിസ്തീയ ലോകത്തിന് അനുഗ്രഹീതങ്ങളായ അനവധി സാഹിത്യ രചനകൾ സംഗീതത്തിലൂടെയും പുസ്തകങ്ങളിലൂടെയും ലഭ്യമാക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസനാണ് ഡോക്ടർ സാംകുട്ടി ഏഴംകുളം. അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളിൽ വളരെ പ്രശസ്തി നേടിയ ഒരു പുസ്തകമാണ് പാളം തെറ്റിയ തീവണ്ടി. മലയാളികളുടെ പ്രശംസ വളരെയേറെ നേടിയിട്ടുള്ള ഒന്നാണ് ഈ പുസ്തകം. മറ്റനേകം രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. വളരെ അനുഗ്രഹകരങ്ങളായ അനേകം ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് ഇന്ന് ഞങ്ങൾ പാടുന്നത്. ഈ ഗാനത്തിൽ എന്നോടുകൂടെ ഇന്ന് മീവലും ഏഞ്ചലും പാമ്പാടിയിലെ ബിജുവിൻ്റെ മക്കളായ ഈ കുഞ്ഞുങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങൾ ആദ്യ വരികളിൽ തന്നെ കാണുവാൻ സാധിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവകൃപ മൺപാത്രങ്ങളിലാണ് പകർന്നു നൽകിയിരിക്കുന്നത്. ഇതൊരു വാണിംഗ് ആണ്. കാരണം നാം വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ കൃപ ചോർന്നു പോകുവാൻ വളരെ സാധ്യതയുണ്ട് എന്നുള്ളതാണത്. അവിടെ തന്നെയാണ് ജീവന്റെ വചനം പാകിയിരിക്കുന്നത്. ഈ വൻ കൃപ നമുക്ക് ചൊരിഞ്ഞു നൽകിയതിൻ്റെ ഉദ്ദേശങ്ങൾ നല്ല ഫലം നൽകുവാനാണ്. ഈ വൻ കൃപയാൽ പകർന്നു നൽകപ്പെട്ടിരിക്കുന്ന നൽവരങ്ങൾ സത്യസഭയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാനുമാണ്. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ ആരാധകൻ ചെന്ന് നിന്ന് വിശുദ്ധമായ തൻ്റെ കരങ്ങൾ ഉയർത്തി ആരാധന കഴിക്കുന്നത് സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ മുമ്പിലാണ് എന്നുള്ള ഓർമ്മയിലായിരിക്കണം എന്ന അറിവ് വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പാൻ നമുക്ക് ബോധ്യം നൽകുന്ന അറിവാണ്. ഈ അറിവോടും അർത്ഥത്തോടും കൂടെ നമുക്ക് ഒരുമിച്ച് ഈ ഗാനം പാടാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസാദ് കറുകയിൽ. കൃപയിൻ അത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി, നല്ല ഫലങ്ങൾ നൽകുവാൻ വൻ കൃപ ചൊരിഞ്ഞു നൽകി, സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തൻ്റെ ഏകജാതനാ പുത്രനിൽ വിശ്വസിക്കുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ടേറ്റു ചൊല്ലുവോ, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ലോകത്തെ സ്നേഹിച്ചീശനെ
കൈകൾ ഉയർത്തി സ്തുതിക്കാം. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിനാഗ്രഹം നൽകി അധരത്തിൻ യാചന കേട്ടു. കാര്യസ്ഥൻ സാന്നിധ്യം നൽകി നാൾതോറും ഭാരം ചുമന്നു. ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ധ്വനിയാൽ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിനു സ്തുതി മുഴക്കാം. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ധാന്യം മുറ്റും വർദ്ധിപ്പിച്ച് ദുഃഖത്തിൻ അങ്കിയും മാറ്റി കാലടി വയ്ക്കുവാനായി മുൻപിൽ വിശാലത നൽകി. കൈപ്പീനെ മധുരമാക്കി സന്താപം നൃത്തമാക്കി. രക്ഷയ്ക്കായി കാംക്ഷിച്ചവരെ വീണ്ടെടുത്തണച്ചുവല്ലോ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തൻ്റെ ഗംഭീരനാദത്താ ദൂതന്റെ കാഹളധ്വനിയാ മേഘങ്ങൾ പിളർന്നുകൊണ്ട് ക്രിസ്തേശു വന്നണയുമ്പോൾ പൊടികളിലൂറങ്ങും ശുദ്ധ നിത്യതയ്ക്കായിട്ടുണരും ജീവനോടിരിക്കും ഭക്ത ഞൊടിയുടെ പറന്നുയരും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി
വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. വീഥിയിനരികിലൂടെ ശുദ്ധ ജീവജല നദി നിത്യം പ്രകാശിച്ചിടുന്ന ദീപസ്തംഭത്തിൻ്റെ മുൻപിൽ ദൂതന്മാർ ചിറകൊതുക്കി മൂപ്പന്മാർ കിരീടം മാറ്റി പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോൽ നിൻ മുൻപിൽ ഗീതം മുഴക്കും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും